ഓരോ പ്രഭാതവും തികച്ചും വ്യത്യസ്തമാണ്. ഇന്നൊരു കട്ടൻ ചായയിലൂടെയാകാം തുടക്കം. വൈകുന്നേരങ്ങളേക്കാൾ ഭംഗി പ്രഭാതങ്ങൾക്കാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പല സാഹചര്യങ്ങൾ കൊണ്ട് അത് പൂർണ്ണമായി ആസ്വദിക്കാനൊന്നും പലപ്പോഴും പറ്റാറില്ല. മക്കളുടെ കാര്യങ്ങൾ, വീട്ടുകാര്യങ്ങൾ അങ്ങനെ തുടങ്ങിയ ചെറിയ ഉത്തരവാദിത്തങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണെന്നറിയില്ല, പണ്ടത്തെ പല കാര്യങ്ങളും ഇപ്പോൾ വെറും മിസ്സിംഗ് ആണ്. എങ്കിലും ഇപ്പോഴുള്ളതിനും അതിൻ്റേതായ ഒരു പുതുമയും പ്രത്യേകതകളുമുണ്ട്. അത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയുന്നത് കൊണ്ടാണെന്നറിയില്ല, അതിൽ ഞാൻ ഹാപ്പിയാണ്. ഇന്നെൻ്റെ കുഞ്ഞിപ്പെണ്ണ് നീച്ചു വന്നിട്ടുള്ളത് നല്ല കലിപ്പിലാണ്. അത് ആളെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും വലിയ പണി. അവരെ നോക്കാനൊന്നും അത്ര പണി ഉണ്ടാവില്ല, അതിനേക്കാൾ പണിയാണ് അവർക്ക് ഫുഡ് കൊടുക്കാൻ. ഇനി അതെങ്ങാനും കഴിക്കാതിരുന്നാൽ അതിനേക്കാൾ കച്ചറായിരിക്കും അവരുടെ സ്വഭാവം. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളും ഇല്ലാതായിരുന്നു ഇന്നത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തത്. ഉപ്പ മാർക്കറ്റിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ചീര ഉണ്ടായിരുന്നു, അതിൽക്കൊരു ചിക്കനും ഫ്രൈ ആക്കി. അങ്ങനെ ഇന്നത്തെ ലഞ്ച് അങ്ങനെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കലും കൂടിയും കഴിഞ്ഞ് പെട്ടെന്നൊരു പ്ലാൻ ഉണ്ടായി. കുട്ടികളെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് വെച്ചു. നമ്മുടെ വീടിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടുന്ന് എങ്ങോട്ട് ഇറങ്ങിയാലും മിസ് ചെയ്യാതെ കിട്ടുന്നൊരു പോസിറ്റീവ് വ്യൂ ഉണ്ട്. അതേതാണെന്ന് അറിയുന്നവരൊന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒറ്റപ്പാലത്ത് മലബാർ ഫെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അത് കാണാനാണ്. കാണാൻ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ച് നേരത്തെ ഒരു സന്തോഷം, അതത്രേ ഉള്ളൂ. ഞങ്ങൾ ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ കുറേ നേരമൊന്നും സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കുട്ടികൾക്ക് ഓരോ റൈഡും കൊടുത്തു. കുറച്ച് ടോയ്സും വാങ്ങി ഞങ്ങൾ അവിടുന്ന് പതുക്കെ വലിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ചെറിയ ഡേ കംപ്ലീറ്റ് ആയി.